ഒരു മൂഡും ഇല്ലാതെ വല്ലാതെ ഇരുന്ന ദിവസം. അപ്പോൾ അതാ ഒരു കോൾ വരുന്നു, വേഗം ബയോ സ്റ്റേ എടുത്തില്ല നോക്കിയപ്പോൾ എൻ്റെ ജോബ്. അങ്ങനെ ഇറങ്ങിയതാണ് ദിവസം. ഈ സ്കൂളിൽ വന്ന് നിന്നത് നമ്മൾ. ഈ നമ്മുടെ കടഞ്ഞംകുളം ഗവൺമെൻറ് സ്കൂളാണ്. ഭയങ്കര അടിപൊളിയാന്ന് വെച്ചാൽ ഭയങ്കര നിൽക്കാനല്ല, ഭയങ്കര രസമാണ് അവിടെ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കടലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളി. പക്ഷെ ചുറ്റും കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ. എന്തോ ഒരു ഫീൽ ഭയങ്കര. ഇതിൻ്റെ അപ്പുറത്ത് എന്താ കടലാണ് കാണുന്നത്, ഇതിൻ്റെ അങ്ങോട്ടേക്ക് എന്താ കടലാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഭയങ്കര അടിപൊളി ഇതും. പിന്നെ ഇവിടെ നല്ലൊരു ടീച്ചറുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളോടൊക്കെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ടീച്ചറിന്. അങ്ങനത്തെ ടീച്ചറുണ്ട്. സത്യം ഭയങ്കര സ്നേഹവും കുട്ടികളോടൊക്കെ എന്തായാലും നമ്മളെല്ലാം കണ്ണുവിട്ട് പേടിപ്പിക്കുന്ന ടീച്ചർമാരായിരുന്നു. ഇത് കണ്ടോ ആമ്പൽ, ശരിക്കും ഒട്ടുണ്ട്. നല്ല രസം. നമ്മൾ രണ്ടും കൂടെ കുറേ സംസാരം അങ്ങനെ നടന്നു കുറേ സമയം. അങ്ങനെ നല്ല രസമാണ്. സ്കൂൾ ഫുൾ ചെടികളും പിന്നെ കുറേ ഡ്രോയിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്നു കുറേ സംസാരിച്ചു. ഞാൻ പറഞ്ഞേ എൻ്റെ മായക്കില്ല, ഇവരുടെ എല്ലാം മായ ടീച്ചർ. ഈ സ്കൂളും ഈ സ്കൂളിൻ്റെ ഇമോഷൻസ് എല്ലാം രണ്ട് വാക്ക് പറ. എന്താ പറയാ, എൻ്റെ സ്കൂള് കടിഞ്ഞംകുളം സ്കൂള് എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ, എൻ്റെ കുടുംബം. കുറേ ഉണ്ട് ഇവിടെ. ഫുൾ കൃഷി, മറ്റേ എന്താ പറയുക, കൃഷിയല്ല ചെടികള്. ഭയങ്കര എന്തോ വന്നപ്പോൾ എന്നോട് മറ്റേ നാഗോലി പോലെ അത് കാണിക്കുന്നത്. ഞങ്ങളുടെ ഓഡിറ്റോറിയമാണ്. ഞങ്ങൾക്ക് ടെക്നോ പാർക്കുകാർ ജെമിനി സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ സുന്ദരമായ ഓഡിറ്റോറിയം. അങ്ങനെ ഭയങ്കര രസം. ഭയങ്കര ചൂട്, നല്ല രസമാണ് കടലിന്റെ കാറ്റ്. പിന്നെ അവിടെ നേരെ ജ്യോതികയ്ക്ക് സ്കിന്നിന്റെ ഡോക്ടറിനെ കാണിക്കാൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ടു. അവിടെ നിന്ന് ചെടി എടുത്തു കേട്ടോ, ആരും കാണാതെ. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മളെ വീട്ടിൽ തിരിച്ച് വരുമായിരുന്നു. അങ്ങനെ രസമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നു. പിന്നെ ഭയങ്കര വിശപ്പിൻ്റെ വെളി എനിക്ക് വന്നു. അങ്ങനെ നമ്മളിവിടെ ഒരു നാടൻ ചിക്കൻ ബട്ടർ കടയിൽ ഫുഡ് കഴിച്ചു. നമ്മൾ ബൈ പറഞ്ഞ് പോയി. ബൈ.